കുറേ നാളുകളായിട്ട് പല സ്ഥലത്തും പല ആൾക്കാരും ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള കുറച്ച് മറുപടികളാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നും മേക്കപ്പ് ആർട്ടിസ്റ്റായി പേരെടുത്ത സമൂഹത്തിൽ മുൻനിരയിൽ ഉയർന്നു വന്ന വ്യക്തിയാണ് സീമ വിനീത്. സോഷ്യൽ മീഡിയയിൽ സീമയുടെ മേക്കപ്പ് വീഡിയോകൾ എപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഈയിടെ അടുത്താണ് സീമയുടെ വിവാഹം. ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്നും നിശാന്താണ് ഭർത്താവെന്ന പേരും. കോട്ടയംകാരനാണ് നിശാന്ത്. സീമ തിരുവനന്തപുരം സ്വദേശിയാണ്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ബ്ലോഗിൽ വിവാഹശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന് നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ച് സീമ വിനീത് സംസാരിച്ചിരുന്നു. താലി കെട്ടുമ്പോൾ പിറകിൽ നിന്ന ചേച്ചിയും ചേട്ടൻ്റെ ഭാര്യയ്ക്കോ മുഖത്ത് സന്തോഷമില്ല. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തതായി സീമ വിനീത് ചൂണ്ടിക്കാട്ടി. ഈ വിവാദം തെറ്റാണെന്നും സീമ പറഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കുകയും എൻ്റെ പുറകെ നടക്കുകയും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചേച്ചിയാണ്. കല്യാണത്തിന് സന്തോഷമില്ലാതാവണമെങ്കിൽ അവർ വിവാഹത്തിന് പങ്കെടുക്കില്ലായിരുന്നല്ലോ. പിന്നെ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: സീമയെ വിവാഹം കഴിക്കാൻ നിശാന്തിന് താല്പര്യമില്ലാത്തതുപോലെയാണ് മുഖഭാവം കാണുമ്പോൾ തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സീമ പറയുന്നുണ്ടായിരുന്നു, അതിനൊക്കെ മറുപടി പറയേണ്ടത് നിശാന്താണെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞേക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ നിശാന്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് താല്പര്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ സീമയെ വിവാഹം കഴിക്കാൻ വന്നത്. അവളൊരു ട്രാൻസ്ജെൻഡർ ആണെന്നും എനിക്കറിയാം. എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ അവളുടെ വിവാഹം കഴിക്കാൻ വന്നത്. എൻ്റെ മുഖഭാവം ഇങ്ങനെയാണ്, എനിക്ക് പ്രത്യേകിച്ചൊരു മുഖഭാവമില്ല എന്നും നിശാന്ത് ഇതിനോടകം പറയുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ നിശാന്ത് സീമയും കൂടി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. കുഞ്ഞിനെ ഒരുപാട് ലാളിക്കുകയും ഒരുക്കുന്നതൊക്കെ തനിക്ക് ഇഷ്ടമാണെന്നും സീമ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന്. സീമയുടെ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അതിന് മറുപടി സീമ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതുവരെ ഞാൻ സന്തോഷവതിയാണ്. ഇത് കഴിഞ്ഞിട്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മുൻകൂട്ടി നേരത്തെ പറയാൻ പറ്റത്തില്ല എന്ന്. വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, ഫാമിലി പ്ലാനിങ് വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ നിശാന്തും സീമയും കൂടി പറയുകയാണ്, ഇതുവരെ ഫാമിലി പ്ലാനിങ് ഒന്നുമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും കരുതാം. ഒരുപാട് നാളത്തേക്ക് വേണ്ടിയൊന്നും കരുതാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. എത്ര നാൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലം വരെ സന്തോഷമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഇരുവരും പറയുന്നുണ്ടായിരുന്നു. ഇനി സീമ കോട്ടയത്തേക്ക് താമസം മാറുമോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് സീമ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വർക്ക് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് വർക്ക് അനുസരിച്ച് കോട്ടയത്തും തിരുവനന്തപുരത്തും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും എന്ന് പറയുകയാണ്. കോട്ടയത്തുകാർക്ക് സീമയെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് സീമ പറയുന്നുണ്ടായിരുന്നു, കോട്ടയത്തുകാർ എന്നെ സ്വന്തം മരുമകളെ പോലെയാണ് സ്വീകരിച്ചത്. ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരു ട്രാൻസ്ജെൻഡറായ എന്നെ ഇത്രയധികം സ്നേഹിക്കുമെന്ന്. എന്തായാലും എല്ലാവരും ഇങ്ങനെയുള്ള വ്യക്തിയെ ഒരു അതിശയപൂർവ്വമല്ലേ നോക്കത്തുള്ളൂ. പക്ഷേ എന്നെ അവരൊരു സ്ത്രീയായിട്ട് തന്നെ ഒരു നല്ല രീതിയിലാണ് അവരെന്നെ അംഗീകരിച്ചതെന്ന്. അതൊക്കെ കണ്ടപ്പോൾ സീമയ്ക്ക് ഭയങ്കര സന്തോഷമായെന്നും ഞങ്ങൾ ഇരുവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടതെന്നും ഞങ്ങൾക്ക് ഇതുവരെ വലിയ സന്തോഷമാണ് എന്നും പറയുന്നുണ്ടായിരുന്നു സീമ വിനീത്. രണ്ട് കുടുംബങ്ങളും പങ്കെടുക്കണമെന്നും അവരുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാകണം എന്നുകൊണ്ടാണ് ഇത്രയും ദിവസം വിവാഹത്തിന് ലേറ്റായതെന്നും സീമ പറയുന്നുണ്ടായിരുന്നു. സീമയ്ക്ക് എത്ര പവൻ്റെ സ്വർണ്ണമുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി സീമ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു, ഒരു പെണ്ണിന് ആവശ്യമുള്ള സ്വർണ്ണമൊക്കെ എനിക്കുമുണ്ടായിരുന്നു. എത്ര പവൻ്റെ സ്വർണ്ണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യമല്ലേ. പേഴ്സണൽ കാര്യം ആരെങ്കിലും തുറന്നു പറയുമോ എന്ന് സീമ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് നിശാന്തിനെ സീമയുടെ വീട്ടുകാർക്ക് നല്ല ഇഷ്ടമാണ്, അവർക്കും നല്ല സ്നേഹമാണെന്നാണ് സീമ പറയുന്നത്. രണ്ടുപേരുടെ കുടുംബത്തിനും രണ്ടുപേരെയും ഇഷ്ടമാണെന്നും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് സീമ വിനീത് പറയുന്നുണ്ടായിരുന്നു. എന്തു തന്നെയായാലും സീമ വിനീതിനും നിശാന്തിനും നല്ലൊരു കുടുംബജീവിതം ഞങ്ങളും ആഗ്രഹിച്ചു കൊള്ളുന്നു.